റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തുറന്നു പറച്ചിലുകൾക്കിടയിലും ശശി തരൂർ പാർട്ടി വിടില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് നേതാക്കൾ. തരൂരിന്റെ പ്രസ്താവനകൾ ഗൗരവമായി കാണേണ്ടെന്നും അവഗണിച്ചു മുന്നോട്ടു പോകാമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിലപാട്. തരൂരിനെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യമില്ലെന്നാണ് ധാരണ. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹൈക്കമാൻഡിന്റെ നീക്കങ്ങളാണ്. ആർ റോഷിപാലുമുണ്ട് ഒപ്പം നമ്മുടെ ഒപ്പം. ആദ്യം ഞാൻ പി ആർ സുനിലേക്ക് പോയി വരാം. പി ആർ സുനിൽ, ശശി തരൂരിന്റെ ഈ പ്രസ്താവനകളെ കാര്യമായിട്ടെടുത്ത് മറുപടി പറയേണ്ടതില്ല എന്നതാണോ ഹൈക്കമാൻഡിന്റെ തീരുമാനം? അതേസമയം എന്ത് ചെയ്യുന്നു ശശി തരൂർ എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ശശി തരൂർ അണ്ടർ സ്കാനർ, അണ്ടർ ഒബ്സർവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ പി ആർ സുനിൽ? അരുൺ, തീർച്ചയായും ശശി തരൂരിൻ്റെ നീക്കങ്ങൾ ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും ഹൈക്കമാൻഡ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നത് ശശി തരൂരിൻ്റെ പ്രതികരണങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതികരണം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടായി ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നതാണ്. ഏതായാലും ഇതൊക്കെ അവഗണിച്ചു വിടാനാണ് തൽക്കാലം ഹൈക്കമാൻഡിൻ്റെ നിലപാട്. ശശി തരൂരുമായി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും ചർച്ചകളുടെ ആവശ്യമില്ല എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്. ശശി തരൂരിൻ്റെ നേതൃത്വവുമായി ചർച്ച ചെയ്യണമെങ്കിൽ അതിനുള്ള തടസ്സവുമില്ല. ഇവിടെ വാതിലുകൾ അടച്ചിട്ടില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ശശി തരൂരിന്റെ നീക്കങ്ങൾ ഹൈക്കമാൻഡ് നിരീക്ഷിച്ചു വരികയാണ്. ശശി തരൂർ ഏതെങ്കിലും വിധത്തിൽ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. ഏതായാലും അത്തരമൊരു സാഹചര്യം കോൺഗ്രസിനുമില്ല. ഏതായാലും ശശി തരൂരിന്റെ ചില നിലപാടുകളിൽ പാർട്ടിക്ക് വലിയ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ശശി തരൂർ പാർട്ടി നിലപാടിന് വിരുദ്ധമായ ഒരു നിലപാട് ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ തന്നെയുണ്ട്. ഇന്നലെയും അമേരിക്കയുടെ മധ്യസ്ഥത തള്ളിക്കൊണ്ടുള്ള നിലപാട് വളരെ ശക്തമായി ശശി തരൂർ സ്വീകരിച്ചതാണ്. അപ്പോൾ അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു പാർട്ടി നിലപാടായി കാണേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായി അതിനെ കണ്ടാൽ മതി. എന്നാൽ ഇത്തരമൊരു അഭിപ്രായം പറയുന്നു എന്നതുകൊണ്ട് ശശി തരൂർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്ന് വിലയിരുത്തേണ്ട സാഹചര്യമായിട്ടില്ല എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ശശി തരൂരിൻ്റെ നീക്കങ്ങൾ വിലയിരുത്തുന്നുണ്ട്, പ്രതികരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിൽ അതൃപ്തിയുള്ളപ്പോഴും ശശി തരൂരിന്റെ ഇത്തരം പ്രസ്താവനകൾ അത് വിവാദമാക്കേണ്ടതില്ല. ഇക്കാര്യങ്ങളിൽ വലിയൊരു പ്രതികരണം നടത്തേണ്ടതില്ല, വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലപാടാണ് ഹൈക്കമാൻഡ് നേതാക്കൾ അറിയിക്കുന്നത്. ഏതായാലും ശശി തരൂർ പ്രകോപനപരമായ പല പ്രസ്താവനകളും പാർട്ടിയെ സംബന്ധിച്ച് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചൊക്കെ തന്നെ നടത്തുന്ന പ്രസ്താവനകൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി സംഘടനാപരമായി വലിയ ഒരു പ്രഹരമുണ്ടാക്കിയ ഒരു സാഹചര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ശശി തരൂരിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായി അതിനെ കണ്ട് അതിനുള്ളൊരു സ്വാതന്ത്ര്യം നൽകി തൽക്കാലം ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയാണ്. അതായാലും ശശി തരൂരിന് എന്തെങ്കിലും ഹൈക്കമാൻഡ് നേതാക്കളോട് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാവുന്നതാണ്. അതിന് വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അതിന് വാതിലുകൾ ശശി തരൂരിന് മുമ്പിൽ അടച്ച ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് ശശി തരൂരിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വന്ന് പറയാനുള്ള സൗകര്യമുണ്ട്, സാഹചര്യമുണ്ട് എന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ഓക്കെ, പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. റോഷി, ഇതിനിടയിൽ ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ, ഒന്ന് കേട്ടുവരാം. അത് ഹയർ ലെവലില്ല, ഞങ്ങളെ ലെവലിലല്ല. എന്തായാലും എല്ലാം യോജിച്ചുള്ള മുന്നോട്ടുള്ള നീക്കമായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് വി എക്സ്പെക്ട്. അതാണ് റോഷി പ്രതികരണം. KPCC അധ്യക്ഷൻ്റെ പ്രതികരണം വളരെ കരുതലോടുകൂടിയുള്ളതാണ്. ഇന്നലെയും KPCC അധ്യക്ഷൻ പ്രതികരിച്ചത് അങ്ങനെയാണ്. അത് ഹയർ ലെവലിലാണ് ആ തീരുമാനം. അതായത് ശശി തരൂരിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞ് കുടുങ്ങാൻ ഞങ്ങളില്ല എന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. KPCCയും അക്കാര്യത്തിൽ കരുതലോടുകൂടിയാണ് നീങ്ങുന്നത്. ആദ്യം ശശി തരൂർ പറഞ്ഞത് തന്നെ പ്രചാരകനായിട്ട് ക്ഷണിച്ചിരുന്നില്ലെന്നാണ്. പക്ഷേ സണ്ണി ജോസഫ് പുറത്തുവിട്ട ലിസ്റ്റിൽ 8ാമത്തെ പേരുകാരനായിട്ട് ശശി തരൂർ ഉണ്ട് താനും. അപ്പോൾ ആ വിഷയത്തിൽ ഇനി രാജ്ഭവൻ ഉന്നതൻ അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കരുതലോടെ നീങ്ങാനാണോ നീക്കം? അരുൺകുമാർ, ഇന്നലെ ശശി തരൂർ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് മറുപടി നൽകരുതെന്നും അത് കൂടുതൽ ചർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ സംസ്ഥാനത്തെ എല്ലാ നേതാക്കൾക്കും നിർദ്ദേശം നൽകിയതാണ്. കാരണം തരൂരിന് മറുപടി നൽകുകയും പിന്നീട് തരൂർ അതൊരു ചർച്ചയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ അത് വലിയ രീതിയിൽ പ്രയാസമുണ്ടാക്കും സംസ്ഥാന കോൺഗ്രസിൽ എന്നാണ് വിലയിരുത്തൽ. മാത്രവുമല്ല, തരൂർ വ്യത്യസ്തമായ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തരൂർ പരസ്യമായി പാർട്ടി വിരുദ്ധമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ നേതാക്കൾക്ക് അമർഷമുണ്ടായിരുന്നു. പിന്നീട് അത് അതൃപ്തിയായി. ഇപ്പോൾ അത് സ്വാഭാവികമായും തരൂരിൻ്റെ ഭാഗത്ത് അത്തരം പ്രതികരണങ്ങൾ നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തരൂർ ഒരു
വിശ്വപൗരൻ എന്ന നിലയിൽ, ഒരു സാംസ്കാരിക നേതാവ് എന്ന നിലയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ കാണുന്നത്. ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനല്ല. അതുകൊണ്ട് തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ പല അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിൽ നടത്തട്ടെ, ആ കാര്യങ്ങൾക്ക് പിന്നാലെ പോയി അതിൽ അഭിപ്രായ പ്രകടനം നടത്തി കുരുക്കിലാകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. മാത്രവുമല്ല, തരൂർ ഒരു ഘട്ടത്തിൽ പോലും നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ട് BJP പാളയത്തിൽ അഭയം തേടില്ല എന്ന വിലയിരുത്തലാണ് സംസ്ഥാന കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കുമുള്ളത്. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തരൂരിനെ പിണക്കേണ്ടതില്ല, തരൂരിനെ കോൺഗ്രസിന് ആവശ്യമാണ് എന്ന വിലയിരുത്തൽ തരൂരുമായി തർക്കത്തിന് പോകാതിരിക്കുന്നത്. തരൂർ എന്ത് തീരുമാനമെടുക്കട്ടെ, അപ്പോൾ നമുക്ക് നിലപാട് വ്യക്തമാക്കാം എന്ന് തന്നെയാണ്. തരൂരുമായുള്ള ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഏതായാലും സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളൊന്നും തയ്യാറല്ല. അതുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്നലെ പ്രതികരിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ അത് പാടില്ലെന്നും മറ്റു നേതാക്കൾക്കും തരൂരിന് മറുപടി കൊടുക്കരുതെന്ന കർശന നിർദ്ദേശം KPCC നൽകിയത്. ഓക്കെ, താങ്ക് യു റോഷി, താങ്ക് യു PR സുനിൽ വിവരങ്ങൾ നൽകിയതിന്. അങ്ങനെ KPCCയും അതേപോലെ AICCയും ഇക്കാര്യത്തിൽ കരുതലോടുകൂടി നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും AICCയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആവേശത്തോടു കൂടിയുള്ള തീരുമാനം ഉണ്ടാവില്ല ശശി തരൂരിൻ്റെ കാര്യത്തിൽ. കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ് എന്ന് മാത്രം.